വെൽക്കം ഓൾ. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഗ്വാളിയാർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് മെഹർ ഭോജ. Introduction. Inscriptions are a short message of historical, socio-cultural, political information of a particular period. It includes chronology of the period, dynasties and genealogy, art and architectural information, praises of the king, military affairs, foreign affairs, etc. ഈ മെഹർ ഭോജ എന്ന് പറയുന്ന കിങ് ഗുർജാര പ്രതിഹാരാസ് എന്ന ഡൈനാസ്റ്റിയിലെ പ്രോമിനൻ്റ് ആയ കിങ് ആയിരുന്നു. അവരുടെ ടെറിട്ടറിയുടെ മാപ്പാണ് അത്. ഏകദേശം കണ്ട് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, UP തൊട്ട് വെസ്റ്റ് ബംഗാളിന് അപ്പുറം വരെ അവരുടെ ഡൈനാസ്റ്റിയുടെ ടെറിട്ടറി വ്യാപിച്ച് കിടക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു മാപ്പാണിത്. മെഹർ ഭോജ അപ്പോൾ AD 836 to AD 885 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 6th ruler ഓഫ് ഗുർജാര പ്രതിഹാര ഡൈനാസ്റ്റി, സക്സസർ ഓഫ് രാമഭദ്ര. ക്യാപിറ്റൽ വാസ് കണ്ണോജ്. നോൺ ആസ് ഭോജ ഫസ്റ്റ്, ശ്രീമദ് ആദിവരാഹ, മിഹിര, etc. He was a devotee of Vishnu and adopted the name Adivaraha, which is inscribed on some of his coins. മെഹർ ഭോജയുടെ പ്രതിമയും പിന്നെ അദ്ദേഹം വൈഷ്ണവിസം പ്രൊമോട്ട് ചെയ്തെന്നുള്ള കാണിക്കുന്ന കോയിൻസുമാണ് ഇത്. He constructed many temples. അതിനൊരു എക്സാമ്പിളാണ് തെലീം മന്ദിർ ഇൻ ഗ്വാളിയർ. Fusion of architectural styles, roof Dravidian style and decorations North Indian style. He invaded Pala Empire of Bengal, but he was defeated by Pala ruler Devapala. After the death of Devapala, he defeated Narayanapala, Rashtrakuta king Krishna II, and also the Chandelas. He extended territories to Rajasthan, Gujarat, and Madhya Pradesh. He died in 885 AD, and his successor was Mahendrapala. Gwalior inscription, located in half mile of Gwalior town at Sagarthal, discovered in 1896. Contains 17 lines of writing and 27 verses. അപ്പോൾ വേഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റിതമിക് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. നമ്മൾ ഈ ഗദ്യമല്ലോ ഏകദേശം ഒരു പദ്യരൂപം പോലെ ഒരു പ്രത്യേക താളത്തിലുള്ള ഒരു റൈറ്റിങ്ങിനെയാണ് വേഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 to 12 lines incised with care and neatness, and letters are beautiful and distinct. Can read without doubt. ആദ്യത്തെ 12 ലൈൻസ് വളരെ കെയറോടും ഭംഗിയോടും കൂടി നല്ല നീറ്റായിട്ടാണ് അത് ഇൻസൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു സംശയമില്ലാതെ നല്ല വ്യക്തമായിട്ട് റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇറ്റാലിക്സിൽ ഇച്ചിരി ബോൾഡായിട്ട് എഴുതിയേക്കുന്നത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗങ്ങളാണ്. അപ്പം റിമൈനിങ് ലെറ്റേഴ്സ് ആർ നോട്ട് മച്ച് ഡിസ്റ്റിങ്ക്ലി എൻഗ്രേവ്ഡ് ബട്ട് ക്യാൻ റീഡ്. Wall inscriptions is clearly legible except 2 letters of the end of the line 5. അപ്പോൾ ഈ ഇൻസ്ക്രിപ്ഷൻസ് ക്ലിയർ ആയിട്ട് വ്യക്തമാണ്, നല്ല വ്യക്തതയുള്ളതാണ്. അതിനകത്ത് ചെറിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് 5ാമത്തെ ലൈൻ്റെ അവസാനത്തെ 2 ലെറ്ററാണ്. പക്ഷെ അതും വലിയ കാര്യമായിട്ട് ഇത് റീഡ് ചെയ്യുന്നതിനെ ബാധിക്കുന്നില്ല. It was first edited by Pandit Hirananda, the Archaeological Survey of Report. Dr. Keilhorn gave a short account of inscription in 1905. Language is Sanskrit and Kavya style of writing. ഇത് ഒരു സംസ്കൃത ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ആ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കാവ്യ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. അപ്പോൾ കാവ്യ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു ലിറിക്കൽ ബ്യൂട്ടി ഈ വരുന്ന ഒരു ടൈപ്പ് ഓഫ്
ഈ എഴുത്ത് സംസ്കൃതത്തിലുണ്ടായിരുന്ന ഒരു എഴുത്താണ് ഈ കാവ്യ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഇൻ ദ ഫോം ഓഫ് പ്രശസ്തി ബൈ പോയറ്റ് ബാലാദിത്യ. ക്യാരക്ടേഴ്സ് ഓഫ് ദ ഇൻസ്ക്രിപ്ഷൻ ആർ പ്രോട്ടോ നാഗരി ടൈപ്പ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റേഴ്സും സിമ്പിളും ഒക്കെ പ്രോട്ടോ നാഗരി ടൈപ്പ് ആണ്. ഇപ്പോൾ പ്രോട്ടോ നാഗരി എന്ന് പറയുന്നത് നമ്മൾ ഈ ദേവനാഗരി, നന്ദി നാഗരി അങ്ങനെയൊക്കെ ആ സ്ക്രിപ്റ്റിൻ്റെ വകഭേദങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒറിജിൻ, ഡെവലപ്മെൻറ്റ് അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വിവിധ രൂപത്തിലുള്ളതുണ്ട്. അപ്പോൾ അതിൽ പ്രോട്ടോ നാഗരി ടൈപ്പാണ് ഈ ഇൻസ്ക്രിപ്ഷനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻസ്ക്രിപ്ഷൻ ഈസ് ഡേറ്റഡ് ടു 9th CE. അക്കോർഡിംഗ് ടു മജുംദാർ 933 CE ആണ് ഈ ഇൻസ്ക്രിപ്ഷൻ ഡേറ്റ് ചെയ്തേക്കുന്നത്. സിമിലർ ടു പഹവ ഗ്രാൻഡ് ഓഫ് കിങ് മഹേന്ദ്രപാല, ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ജീനിയോളജി ഓഫ് ദ ഫാമിലി. ജോധ്പൂർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് പ്രതിഹാര Bogha says that the family which belonged to Lakshmana, and also mentioned Nagapata first defeated Mlekha invasions. അപ്പോൾ ഈ Mlekha invasions എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫോറിൻ ഇൻവേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സംസ്കൃത വേർഡാണ് ഈ Mlekha എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വൈഷ്ണവിസം പോലെ അല്ലെങ്കിൽ ഹിന്ദുസം പോലെയുള്ള, മെയിനായിട്ട് ഹിന്ദുസം ഫോളോ അപ്പ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും അത് അറബ് ആയിരിക്കും. ഫോറിൻ അറബ്സ് ആണല്ലോ ഇൻവേഷൻ വന്നേ. അപ്പോൾ അതിനെ ഡിഫീറ്റ് ചെയ്ത കാര്യം നാഗഭട്ട ഫസ്റ്റ് ഡിഫീറ്റ് ചെയ്തെന്ന് ഈ ഇൻസ്ക്രിപ്ഷനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്രതിഹാര മീൻസ് ഡോർ കീപ്പേഴ്സ്. ഇപ്പോൾ പ്രതിഹാര എന്ന ആ വാക്കിൻ്റെ മീനിങ് ഡോർ കീപ്പേഴ്സ് എന്നാണെന്ന് പറയുന്നു. സം ഓഫ് ദ സ്കോളേഴ്സ് സേസ് ദാറ്റ് ദ ആൻസെസ്റ്റേഴ്സ് സെർവ്ഡ് ദ ഓഫീസ് ഓഫ് പ്രതിഹാര ഇൻ രാഷ്ട്രകൂത കോർട്ട്. ദിസ് ഇൻസ്ക്രിപ്ഷൻ റെക്കോർഡ്സ് ദ ഇറക്ഷൻ ഓഫ് എ ഹൗസ് ഇൻ ഹിസ് സെറാഗ്ലിയോ ഇൻ ഓണർ ഓഫ് വിഷ്ണു. അപ്പോൾ ഈ ഇൻസ്ക്രിപ്ഷനകത്ത് ഒരു ഹൗസ് ഇറക്റ്റ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. സെറാഗ്ലിയോ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പർട്ടിക്കുലർ എയിമോടുകൂടി നിർമ്മിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അത് ഇതിനകത്ത് പറയുന്നത് ഇൻ ദ ഓണർ ഓഫ് വിഷ്ണു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വിഷ്ണുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ടെമ്പിളോ ആണെന്ന് അനുമാനിക്കാം. It is beginning with the benediction Om Namo Vaishnave, clear mention of his religious affinity. അപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഹിന്ദുസത്തിൽ തന്നെ വൈഷ്ണവിസം ഫോളോ ചെയ്യുന്ന ഒരു കിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വൈഷ്ണവിസം ഫോളോ ചെയ്യുന്ന ഒരു ഓം നമോ നാരായണ, ഓം നമോ വൈഷ്ണവ അങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ ഇങ്ങനെ വിഷ്ണുവിനെ പ്രകീർത്തിക്കും. അപ്പോൾ അത് ഈ ഇൻസ്ക്രിപ്ഷനകത്ത് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. Verse 2 describes the creation of the sun and the name of the king which is in solar rays. Verse 3 describes the war between Rama and Ravana. Next, genealogy. അപ്പോൾ ഈ ഇൻസ്ക്രിപ്ഷനകത്ത് നമുക്ക് കിട്ടുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ ഡൈനാസ്റ്റിയിലെ ജീനിയോളജി. നാഗഭട്ട ഫസ്റ്റ്. അപ്പോൾ നാഗഭട്ടയാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഇത് 730 to 76 AD. നെക്സ്റ്റ് കാകുസ്ത ആൻഡ് ദേവരാജ 760 to 780 AD. വത്സരാജ 780 to 800 AD. നാഗഭട്ട സെക്കൻഡ് 800 to 833 AD. രാമഭദ്ര 833 to 836 AD. Mihra Bhoja or Bhoja first 836 to 885 AD. ഇപ്പം നാഗഭട്ടയാണ് ഇതിൻ്റെ ഈ ഡൈനാസ്റ്റിയുടെ ഒറിജിൻ
അല്ലെങ്കിൽ ആ ടൈമിലെ കിങ് എന്ന് വിശേഷിക്കപ്പെട്ടാലും ദ റിയൽ ഫൗണ്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ മിഹ്റ ഭോജ ആണ്. പുള്ളിയാണ് ഇവരുടെ ഡൈനാസ്റ്റി വാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തതും കൂടുതൽ മറ്റുള്ള ഡൈനാസ്റ്റി ഒപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഈ മിഹിർ ഭോജ ആണ്. നെക്സ്റ്റ് മഹേന്ദ്രപാല ഫസ്റ്റ് 885 to 910 AD, ഭോജ സെക്കൻഡ് 910 to 913 AD, മഹിപാല ഫസ്റ്റ് 913 to 944 AD, മഹേന്ദ്രപാല സെക്കൻഡ് 944 to 948 AD. നെക്സ്റ്റ് ട്രാൻസ്ലേഷൻ. ലൈൻ 1 ഓം അഡോറേഷൻ ടു ദ വിഷ്ണു. അപ്പോൾ അതിൻ്റെ വേഴ്സ് ഫസ്റ്റ് ഒന്ന് ഡിസ്കസ് അബൌട്ട് വിഷ്ണു ആൻഡ് ഹിസ് ബോഡി ഫീച്ചേഴ്സ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ വിഷ്ണുവിനെ പ്രകീർത്തിക്കുന്ന വേഴ്സസ് ആണത്. വേഴ്സ് 2 about creation of the sun and mentioned some kings that belongs to solar race such as Manu, Ikshvaku, Kagusta and first Prithu. Verse 3 war between Rama and Ravana. The family of Bhoja is belong to Lakshmana, the younger brother of Rama. വേഴ്സ് 4 ഇമ്പോർട്ടൻ്റ് ആണ്. കിങ് നാഗഭട്ട ഫസ്റ്റ് ഡിഫീറ്റഡ് മലേഖ കിങ്. മുമ്പ് പറഞ്ഞ പോലെ ആ മലേഖ കിങ് എന്ന് ഉദ്ദേശിക്കുന്ന അറബ് ഇൻവേഷൻസിൻ്റെ കിങ്ങിനെയാണ്. അപ്പോൾ അവരെ നാഗഭട്ട ഫസ്റ്റ് പരാജയപ്പെടുത്തത് ഈ വേഴ്സ് 4 പ്രകീർത്തിക്കുന്നു. വേഴ്സ് 5 ഡിസ്ക്രൈബ്സ് അബൌട്ട് കാക്കുക്ക കിങ് ഹു ടേക്സ് എവറിത്തിങ് ഇൻ ആൻ ഇൻവേർട്ടഡ് മാനർ ആൻഡ് ഓൾസോ ഡിസ്കസ് അബൌട്ട് brother Devaraja and his victories. Verse 6 about Vajraja and his skill of conquering. അപ്പോൾ ഈ വജ്രാജ എന്ന് പറയുന്നതും ഈ പ്രതിഹാര ഡൈനാസ്റ്റിയിലെ ഒരു പ്രധാനപ്പെട്ട കിങ് ആണ്. വേഴ്സ് 7 about the battle with Bandi clan and extension of territories. He became more powerful king among Kshatriyas. അപ്പോൾ ഈ വജ്രാജ ഈ ബണ്ടി ക്ലാനെ പരാജയപ്പെടുത്തിയതും ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്തതൊക്കെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു പവർഫുള്ളായിട്ട് ഉള്ള ഒരു കിങ് ആയിരുന്നു അദ്ദേഹമെന്നും പറയുന്നു. വേഴ്സ് 8 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ബർത്ത് ഓഫ് നാഗഭട്ട സെക്കൻഡ് ആണ് പറയുന്നത്. വേഴ്സ് 9 ഹി ബിക്കം എമിനൻറ്റ് ആൻഡ് ഡിഫീറ്റഡ് ചക്രായുധ. വേഴ്സ് 10 ഡിഫീറ്റ് ഓഫ് ലോർഡ് ഓഫ് വങ്ക ബൈ നാഗഭട്ട. അപ്പോൾ ലോർഡ് ഓഫ് വങ്ക എന്ന് ഉദ്ദേശിക്കുന്നത് പാല എംപറേഴ്സ് ആണ്. അവർ ലോർഡ് ഓഫ് വങ്കാസ് എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അവരെ ഡിഫീറ്റ് ചെയ്ത് പരാജയപ്പെടുത്തിയ കാര്യം ഈ ഇൻസ്ക്രിപ്ഷനകത്ത് പറയുന്നു. വേഴ്സ് 11 മോഡ് ഓഫ് ലൈഫ് വാസ് ബെനിഫിഷ്യൽ ടു ഓൾ മാൻകൈൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ റോയൽ ക്വാളിറ്റീസ് സച്ച് ആസ് എലോക്വൻസ്, സ്റ്റേറ്റ്മാൻഷിപ്പ്, etc. He forcefully captured the hill forts of the kings of Malwa, Kirada, Turaska, Vatsa and Malsya, Sindhu, Andhra, Vidarbha, etc. അപ്പോൾ കിങ് ഫോഴ്സ്ഫുള്ളി ഈ കിങ്ഡംസിലൊക്കെ രാജാവിനെ പരാജയപ്പെടുത്തി ഫോർട്ടൊക്കെ പിടിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ടെറിട്ടറി എക്സ്പാൻഷനും ഒക്കെ ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കിങ്സിനെ പരാജയപ്പെടുത്തിയ കാര്യമൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വേഴ്സ് 12 രാമ സേവ്ഡ് സീത ഫ്രം രാവണ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാനരാസ്. നാഗഭട്ടാസ് സൺ ഈസ് ഓൾസോ നെയ്മഡ് ആസ് രാമ. അപ്പോൾ ഒരു വൈഷ്ണവൈറ്റ് ആയതുകൊണ്ട് നാഗഭട്ട തൻ്റെ മകന് രാമൻ എന്ന് പേരിട്ടു എന്നും കൂടെ ക്ലിയർ ആണ് ഇതിനകത്തുനിന്ന്. വേഴ്സ് 13 കിങ് കോൺക്വേർഡ് ദ 4 ഡയറക്ഷൻസ് വിത്ത് ഹിസ് valor means great courage. He neglected other expedients like Samabheda Dhana.
അപ്പോൾ കിങ് ഗ്രേറ്റ് കറേജിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. എക്സ്പെഷ്യലി വാറിലൊക്കെ കൂടുതൽ ധൈര്യത്തോടു കൂടി മുന്നേറുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അപ്പം പുള്ളി അതുകൊണ്ട് തന്നെ സാമഭേദദാന എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങൾ നെഗ്ലക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സന്ധി സംഭാഷണങ്ങൾ, അനുരഞ്ജനം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങൾ. ലാസ്റ്റാണ് ഒരു വാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിലൊന്നും അത്ര വിശ്വസിച്ചിരുന്ന ആളല്ല. ഗ്രേറ്റ് കറേജ് കൊണ്ട് യുദ്ധം ചെയ്യുക എന്ന ഒരു മാനറിസമുള്ള കിങ് ആയിരുന്നു. വേഴ്സ് 14. The king's pleasure was in meeting the needs of his subjects, not in meeting his own desires. എന്ന് പറഞ്ഞാൽ അത് ഒരു നേഷൻസ്, അതായത് ഒരു രാജ്യത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന കിങ് ആയിരുന്നു. അതല്ലാതെ സ്വന്തം വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വേഴ്സ് 15 ഇമ്പോർട്ടൻ്റ് ആണ്. ബെർത്ത് ഓഫ് മിഹിര. ഈ പ്രൊസീഡിങ് കിങ്സ് ആർ സെപ്പറേറ്റ്ലി പ്രൈസ്ഡ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കിങ്സിനെയും സെപ്പറേറ്റ് പ്രൈസ് ചെയ്തിരുന്നതായി ഇതിനകത്ത് കാണാവുന്നതാണ്. വേഴ്സ് 16. The king who had ruled over many kings, known as Bhoja, was more glorious than Agastya, a sage. അപ്പോൾ ഇതിൽ കൂടുതൽ ഗ്ലോറിയസ് ആയിട്ട് നിന്നിരുന്നത് ഈ ഭോജ ആണ്. അപ്പം മോർ ദാൻ അഗസ്ത്യ എന്ന് ഉദ്ദേശിക്കുന്ന ഈ അഗസ്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ മാനാണ്. ഹിന്ദുസത്തിൻ്റെ വിസ്ഡം അങ്ങനെ ടോപ്പ് പൊസിഷൻ കരസ്ഥമാക്കിയ ഒരു മനുഷ്യനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ആ മനുഷ്യനേക്കാളും ഗ്ലോറിയസ് ആയിട്ടാണ് കിങ്ങിനെ ഇതിനകത്ത് പ്രകീർത്തിച്ചിരിക്കുന്നത്. വേഴ്സ് 17 describes about his qualities and achievements, such as his affection towards meritorious asylum of good words and deeds, his prosperity and his fame. He is equated with Rama. ഇതിൽ ക്വാളിറ്റി അച്ചീവ്മെൻ്റ് ഒക്കെ പ്രൈസ് ചെയ്തിരിക്കുന്നത് വളരെ വലുതായിട്ടാണ്. കാരണം ഹീ ഈസ് ഇക്വേറ്റഡ് വിത്ത് രാമ എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാമൻ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ മാനാണ്, അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയേക്കാൾ കൂടുതൽ രാജ്യത്തെ സ്നേഹിച്ച ഒരു കിങ് ആയിട്ടാണ് രാമനെ കാണുന്നത്. അപ്പം രാമനായിട്ട് ഈ കിങ്ങിനെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം എന്നതിന് ഒരു ഉദാഹരണം പോലെ ഈ കിങ്ങിനെ പ്രൈസ് ചെയ്തേക്കുന്നതായിട്ടാണ് കാണുന്നത്. Verse 18. The prosperity derived by the ancestral lineage of Bhoja dynasty after the conflict with Dharmapala's son Devapala recaptured the fame. Verse 19. Ascetics, preceptors, servants, mankind in general were subservient to the king in order to extend the duration of king's life. അപ്പം എസെറ്റിക്സ്, പ്രസപ്റ്റേഴ്സ്, സെർവൻസ് അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ടിരുന്ന ആളുകൾ ജനറലായിട്ട് സെർവിയൻ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ചോദ്യമില്ലാതെ കിങ്ങിൻ്റെ ഓർഡർ എല്ലാം അനുസരിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. Verse 20. As per the Shruti, till the word lasts, every action of the men has got a reward, irrespective of the men. All meritorious men worked for the prosperity of the king. Verse 21 important ആണ്. About the king being valor and not being greedy. ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വേലർ എന്ന് ഉദ്ദേശിക്കുന്നത് പുള്ളി മോസ്റ്റ് ധൈര്യശാലി ആയിരുന്നാണ്, എക്സ്പെഷ്യലി ഇൻ വാർ. ഇപ്പോൾ യുദ്ധങ്ങളിലൊക്കെ ഭയങ്കര ധൈര്യത്തോടു കൂടി യുദ്ധം നയിച്ചിരുന്ന ഒരു കിങ് ആയിരുന്നു എന്ന് പ്രൈസ് ചെയ്യുന്നു. കൂടാതെ അദ്ദേഹം ഗ്രീഡി അല്ലെന്നും അത്യാഗ്രഹി അല്ലാത്ത ഒരു രാജാവായിരുന്നും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. വേഴ്സ് 22 മെൻഷനിങ് അബൌട്ട് കാർത്തികേയ ആൻഡ് മാതൃകാസ്.
Bhoja is compared with Lord Kartikeya and King's army compared with Matrigas. അപ്പം ഈ മാതൃകാസ് എന്ന് ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ഗോഡാണ്. അപ്പം ഇതിനകത്ത് കമ്പയർ ചെയ്തേക്കുന്നത് കിങ്സ് ആർമിയെയാണ് ഈ മാതൃകാസ് ആയിട്ട് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പം ആർമിയുടെ കൂടെ നിൽക്കുന്ന യുദ്ധസന്നദ്ധനായ ഒരു കിങ്, അപ്പോൾ ആ കിങ്ങിനെ കാർത്തികേയനുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം അനുമാനിക്കാവുന്നത്, ദിസ് മെൻഷൻ ഗീവ്സ് സപ്പോർട്ട് ടു ദ ബിലീഫ് ദാറ്റ് കാർത്തികേയ ഈസ് ദ ലോർഡ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ കാർത്തികേയൻ യുദ്ധത്തിൻ്റെ ദേവനായിട്ട് കരുതപ്പെട്ടിരുന്നു എന്നതിന് ഒരു സപ്പോർട്ട് നൽകുന്ന വാദം കൂടിയാണിത്. അപ്പോൾ ആ യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ആർമി അതിൻ്റെ കിങ് കാർത്തികേയനായിട്ട് സങ്കല്പിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ ദേവനായിട്ട് കാർത്തികേയനെ ആളുകൾ കണ്ടിരുന്നു എന്നതിന് ഒരു തെളിവ് കൂടിയാണ് ഈ ഇൻസ്ക്രിപ്ഷൻ. വേഴ്സ് 24. This implies that he conquered the land beyond the sea with the help of supreme power Lakshmi. King's fame and prosperity spread across the ocean. അപ്പോൾ ഇതിൽ കിങ് കടൽ കടന്ന് വരെ തൻ്റെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്തു എന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വിത്ത് ദ സുപ്രീം പവർ ഓഫ് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി അപ്പോൾ വൈഷ്ണവൈറ്റ് ആയതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിക്കുള്ള പ്രാധാന്യവും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ കിങ്സ് ഫെയിം, കിങ്ങിൻ്റെ പ്രശസ്തിയും സമൃദ്ധിയും അഭിവൃദ്ധിയൊക്കെ സ്പ്രെഡ് അക്രോസ് ദ ഓഷ്യൻ, കടൽ കടന്ന് പോയിരുന്നു എന്നുകൂടി ഇതിൽ നിന്ന് വ്യക്തമാക്കാവുന്നതാണ്. Verse 25. In order to encourage the fame and religious merit of his consorts, the king erected a house within his Seraglio compound in the name of Naragadishwa. Verse 26. Till the end of the world, this noble and famous work will purify the world. Verse 27. Baladitya has been mentioned as poet of this Prashasti. He said that he was lucky to stand in front of the king Bhoja and to praise him. അപ്പോൾ ഈ ഒരു പോയറ്റ്, അതായത് ഒരു ലിറ്റററി ഇമ്പോർട്ടൻസ് കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഒരു പോയറ്റ് എന്ന് പറയുന്ന ആളുടെ ഒരു സ്ഥാനം അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അതിനെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഈ പറയുന്നുണ്ടല്ലോ, ഇൻ ഫ്രണ്ട് ഓഫ് ദ കിങ് ഭോജ ആൻഡ് ടു പ്രൈസ് ഹിം, അതൊരു ലക്കി ആയിട്ടാണ് പുള്ളി കാണുന്നത്. അപ്പം അങ്ങനെ കവികൾ ഇങ്ങനെ പ്രശസ്തിയൊക്കെ എഴുതുമ്പം മെയിനായിട്ടും കിങ്ങിനെ പ്രൈസ് ചെയ്ത് എഴുതാൻ കിട്ടുന്ന ഒരു അവസരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരും കണ്ടിരുന്നു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. Also mentions about Baladitya as the son of Bhattadhanaka. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ പോയറ്റിൻ്റെ ജീനിയോളജിയാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഫാമിലിയെ പറ്റി കൂടി നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഇതാ ഇൻസ്ക്രിപ്ഷനാണ് ഗ്വാളിയർ ഫോർട്ടിൽ നിന്നും എടുത്ത് ഇപ്പോൾ ഇന്ത്യൻ മ്യൂസിയം ഓഫ് കൽക്കട്ടയിലാണ് ഇത് സ്റ്റോർ ചെയ്തേക്കുന്നത്. സിഗ്നിഫിക്കൻസ്, ലോട്ട്സ് ഓഫ് എക്സാജറേഷൻസ്. മുമ്പ് ഓൾറെഡി പറഞ്ഞതാണ്, കിങ്ങിനെ രാമനായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, പിന്നെ കാർത്തികേയനായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, കൂടാതെ മോർ ഗ്ലോറിയസ് ദാൻ അഗസ്ത്യ അങ്ങനെ പ്രൈസ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ നമുക്ക് ഇതിനകത്തെ ഒരു എക്സാജറേഷൻസ് മനസ്സിലാക്കാനുള്ള എക്സാമ്പിളുകൾ തന്നെയാണ്. നെക്സ്റ്റ് പോയറ്റിക് ലാംഗ്വേജ്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഇതൊരു കാവ്യ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പദ്യത്തിൻ്റെ ഒരു ചൊവ്വയുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ഇൻസ്ക്രിപ്ഷൻ ഈസ് ദ ഗുർജാര പ്രതിഹാര ജീനിയോളജി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു പ്രതിഹാര ഡൈനാസ്റ്റിയിലെ ആ ഒരു ജീനിയോളജി നമുക്ക് ആ ഒരു ഓർഡറിൽ കിട്ടുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ
conflict with the neighbors. ധർമ്മപാല. അപ്പോൾ ഈ ധർമ്മപാല എന്ന് പറയുന്നത് പാല ഡൈനാസ്റ്റിയിലെ ഒരു പ്രോമിനൻ്റ് റൂളറായിരുന്നു. അപ്പോൾ നെയ്ബറിംഗ് ആയിട്ടുള്ള ഡൈനാസ്റ്റി ഏതായിരുന്നു, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുണ്ട് എന്നതിനെ പറ്റിയൊക്കെയുള്ള ഇൻഫർമേഷൻസും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, മിലിറ്ററി കോൺക്വസ്റ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ടെറിട്ടറി. അപ്പം രാജാവ് ഒത്തിരി കോട്ടകളും പിടിച്ചടക്കവും ഒത്തിരി കിങ്ഡത്തിലെ കിങ്ങുകളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മിലിറ്ററി, ഒരു സൈനിക വിജയം തന്നെയായിരുന്നു. അപ്പം അതുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ എക്സ്പാൻഷൻ ഓഫ് ടെറിട്ടറി ഓൾറെഡി ഇന്നത്തെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ആന്ധ്ര, വിദർഭ, അങ്ങനെ അങ്ങോട്ടൊക്കെ കിങ് അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്തത് നമുക്ക് മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ഹിസ് കണ്ടംപററീസ്. ആ സമയത്തുണ്ടായിരുന്ന കണ്ടംപററി ആയ ഡൈനാസ്റ്റികളെ പറ്റി നമുക്കറിയാൻ പറ്റുന്നുണ്ട്. എക്സാമ്പിളായിട്ട് ഇപ്പം പാലാ ഡൈനാസ്റ്റി, രാഷ്ട്രകൂട ഡൈനാസ്റ്റി, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ഈ ഇൻസ്ക്രിപ്ഷനകത്ത് നിന്ന് സിഗ്നിഫിക്കൻസ് ആയിട്ട് കിട്ടുന്നതാണ്. താങ്ക് യു ഓൾ.